ഇ.പി. ജയരാജൻ പലപ്പോഴും വാർത്തകളിൽ ഇടം തേടുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം LDF കൺവീനർ അല്ല, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒന്നും തന്നെ രംഗത്തുമില്ല. പക്ഷേ അദ്ദേഹം രംഗത്ത് വന്നാൽ അത് വാർത്തയാകും, ചില പ്രശ്നങ്ങൾ ആയിരിക്കും. വരാതിരുന്നാലും വാർത്തയാണ്. കാരണം ഇ.പി. ജയരാജൻ എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണൂരിൽ നടന്ന പല അനുസ്മരണ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തില്ല, അദ്ദേഹം മാറി നിൽക്കാനുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് 2 അനുസ്മരണങ്ങളാണ്. ഇപ്പോൾ M.N. ലോറൻസിന്റെ അനുസ്മരണവും അതിനു മുമ്പ് ചടയൻ ഗോവിന്ദന്റെ അനുസ്മരണവും. ഈ 2 അനുസ്മരണങ്ങളിലും ഇ.പി. ജയരാജൻ പങ്കെടുത്തില്ല. പക്ഷേ അവിടുത്തെ ഈ ചടയൻ ഗോവിന്ദന്റെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാത്തതിന് ഒരുപാട് ന്യായീകരണം അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ M.V. ജയരാജന് പറയേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം എണ്ണയിട്ടും കുഴമ്പിട്ട് ആയുർവേദ ചികിത്സയിലാണ്, നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ കാണാം അദ്ദേഹം എണ്ണയൊക്കെ ഇട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് അന്ന് ജയരാജൻ, ജില്ലാ സെക്രട്ടറി ജയരാജൻ അന്ന് ന്യായം പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷേ പിന്നീട് ഇന്നലെ M.M. ലോറൻസിന്റെ ഒരു അനുസ്മരണം കണ്ണൂരിൽ നടന്നു, കണ്ണൂരിൽ പയ്യാമ്പലത്ത് നടന്നു. പക്ഷേ അവിടെ അന്ന് സഖാക്കളെല്ലാം അനൗൺസ്മെന്റ് നടത്തിയതും പറഞ്ഞതും ഇ.പി. ജയരാജൻ പങ്കെടുക്കും, ഈ അനുസ്മരണത്തിൽ കൃത്യമായിട്ട് പങ്കെടുക്കുമെന്ന് തന്നെയാണ്. പക്ഷേ ജയരാജൻ പങ്കെടുക്കും. M.M. ലോറൻസിന്റെ അനുസ്മരണ യോഗത്തിൽ പോലും കണ്ണൂർ പയ്യാമ്പലത്ത് നടന്നില്ല. അദ്ദേഹം ആ സമയത്ത് നേരെ എറണാകുളത്തേക്ക് വെച്ചു വിട്ടു. എറണാകുളത്ത് ലോറൻസിന്റെ മൃതദേഹം നേരിട്ട് കണ്ട് അന്തിമാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എറണാകുളത്തേക്ക് പുറപ്പെട്ടു എന്നാണ് അറിയുന്നത്. ജയരാജൻ അഴീക്കോടൻ രാഘവൻ അനുസ്മരണത്തിലും പങ്കെടുത്തില്ല. അതും നമ്മൾ ശ്രദ്ധിച്ചാണ്. അഴീക്കോടൻ രാഘവൻ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ആദ്യ കാലഘട്ടത്തിലെ ഏറ്റവും വ്യക്തിയാണ്. ആ അഴീക്കോടൻ രാഘവന്റെ വിഷയങ്ങൾ വളരെ കാലം ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടന്ന് പ്രചരണായുധമാക്കി ഉപയോഗിച്ചതാണ് CPM. ഒരുപക്ഷെ ഇ.പി. ജയരാജൻ പോലും അഴീക്കോടൻ രാഘവനെ പ്രചരണായുധമായി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്, പാർട്ടി വളർത്തുന്നതിനും വോട്ട് കിട്ടുന്നതിനും ശത്രുക്കൾക്കെതിരായി പ്രചരണം നടത്തുന്നതിനും വേണ്ടിയൊക്കെ. പക്ഷേ ഈ അഴീക്കോടൻ രാഘവന്റെ അനുസ്മരണത്തിൽ പോലും അദ്ദേഹം പങ്കെടുത്തില്ല. പകരം M.M. ലോറൻസിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എറണാകുളത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ ഇത് 2ാമത്തെ പരിപാടിയിലാണ് ഇ.പി. പങ്കെടുക്കാതിരിക്കുന്നത്. പയ്യമ്പലത്ത് നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ ഇ.പി. ജയരാജൻ എത്തുമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി അറിയിച്ചത്. അതിനിടയിൽ എറണാകുളത്തേക്ക് തിരിക്കുന്നതാണ് പറഞ്ഞ് 23 ദിവസമായി ഇ.പി. പൊതുപരിപാടികളൊന്നും പങ്കെടുക്കാതെ ഇരിക്കുകയാണ്. പാർട്ടിയുടെ പരിപാടികൾക്ക് പുറമെ പാർട്ടിയുടെ കമ്മിറ്റികളിലും പങ്കെടുക്കാതെ ഇ.പി. ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നേരത്തെ ഡൽഹിയിൽ സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് അനുശോചനം രേഖപ്പെടുത്താനായി അദ്ദേഹം പോയിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സെപ്റ്റംബർ 9 നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ പാർട്ടി നിശ്ചയിച്ചെങ്കിലും ഇ.പി. ജയരാജൻ എത്തിയില്ല. ഇതിനിടയിൽ വിവാദമായിരുന്നു. അത് ആയുർവേദ ചികിത്സയാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് അത് പറഞ്ഞത് തന്നെയാണ്. എന്നാൽ ഡൽഹിയിൽ പങ്കെടുക്കാൻ കാരണം ഈ സീതാറാം യെച്ചൂരിയെ നേരിട്ട് കാണുക എന്നുള്ളതാണ് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞുവെങ്കിലും യാഥാർത്ഥ്യം അതായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും കയറില്ല എന്ന് പറഞ്ഞ ഈ വിമാനത്തിൽ കയറി, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പാട്ടവണ്ടിയിൽ കയറില്ല എന്ന് പറഞ്ഞ ആ വിമാനത്തിൽ, ഇൻഡിഗോ വിമാനത്തിൽ കയറി അദ്ദേഹം ഡൽഹിയിൽ പോയി യെച്ചൂരിയെ അന്തിമമായി ഒന്ന് കാണുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് ഇ.പി. ജയരാജൻ പറയുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം പോയത് അതുകൊണ്ടല്ല. ആ പിണറായി വിജയനുമായിട്ട് സ്വതന്ത്രമായിട്ട് സ്വകാര്യമായിട്ട് ഒരു 15 മിനിറ്റെങ്കിലും സംസാരിക്കാൻ, 5 മിനിറ്റെങ്കിലും 5 മിനിറ്റ്, പക്ഷെ 15 മിനിറ്റിലധികം അവർ സംസാരിച്ചു എന്നാണ് വിവരം കിട്ടുന്നത്. എന്തായാലും അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പാട്ടവണ്ടി എന്ന് പറഞ്ഞ വിമാനത്തിൽ കയറി പോയത് നമുക്കറിയാം. എന്തായാലും ഇ.പി. ജയരാജൻ കണ്ണൂരിൽ രാഷ്ട്രീയ വ്യക്തത വരുത്താതെ, ഇ.പി. ജയരാജന്റെ നിലപാട് എന്താണെന്ന് അറിയാതെ അവിടുത്തെ പാർട്ടി, കണ്ണൂർ പാർട്ടിയും സംസ്ഥാന CPM-ഉം ആകെ കൺഫ്യൂഷനിലാണ്, ആകെ പ്രശ്നത്തിലാണ്. എന്താണ് ജയരാജന്റെ മനസ്സിലിരിപ്പ്? ജയരാജനെ നയിക്കുന്നത് ആരാണ്? ജയരാജന്റെ പിന്നിൽ ആരൊക്കെയാണ്? യഥാർത്ഥ നമ്പർ 1 ആയ നേതാവ് ഈ ജയരാജന്റെ പിന്നിലുണ്ടോ? ആകെ CPM-ന് കൺഫ്യൂഷനാണ്.